നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഉൾപ്പെടുന്ന അറബിക്കടലിലെ കിഴക്കൻ തീരത്ത് സമുദ്ര ജലനിരപ്പ് പ്രതിവർഷം 4.07 മില്ലിമീറ്റർ വീതം ഉയരുന്നതായി ലോക കാലാവസ്ഥാ സംഘടന. ലോകത്തിലെ മറ്റു കടൽ മേഖലകളെ അപേക്ഷിച്ച് അറബിക്കടൽ 3 ഇരട്ടി വേഗത്തിൽ ചൂടുപിടിക്കുന്നതായാണ് കണ്ടെത്തൽ. ഇതുമൂലം കടലിൽ നിന്നും ഉഷ്ണതരംഗം ഉയരുന്നു. അറബിക്കടലിലെ കിഴക്കൻ തീരത്ത് ഇത് കൂടുതലായി അനുഭവപ്പെടുന്നു. കേരളം ചുട്ടുപൊള്ളുന്നതിന് പിന്നിൽ അറബിക്കടലിൽ നിന്നുള്ള ഈ ഉഷ്ണ താപതരംഗത്തിന്റെ പങ്ക് ഇതോടെ വ്യക്തമായി. ഭൂമിയിലെ അധിക താപത്തിന്റെ 90% വലിച്ചെടുക്കുന്നത് കടലാണ്. സമുദ്രനിരപ്പ് തിളച്ചുയരാനും കടലേറ്റത്തിനും ഇതുവഴി തെളിക്കുന്നു. ലോകത്ത് ഏറ്റവും വേഗത്തിൽ ചൂട് വർദ്ധിക്കുന്ന സ്ഥലമായി ഏഷ്യ ഭൂഖണ്ഡം മാറുന്നു. ഏറ്റവും അധികം കാലാവസ്ഥാ ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള ഇടമായും ഏഷ്യ മാറിക്കഴിഞ്ഞതായി ജനീവയിൽ പുറത്തിറക്കിയ ഏഷ്യൻ കാലാവസ്ഥാ സ്ഥിതിവിവര റിപ്പോർട്ട് പറയുന്നു. 1990-നെ അപേക്ഷിച്ച് ലോകത്തെ ശരാശരി താപനില 1.87 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നിട്ടുണ്ട്. വടക്ക് സൈബീരിയ മുതൽ പടിഞ്ഞാറ് പശ്ചിമേഷ്യ വരെയും ചൈന മുതൽ ജപ്പാൻ വരെയും ഏഷ്യൻ രാജ്യങ്ങളിൽ ചൂട് വർദ്ധിക്കുന്നതായി പഠനം വ്യക്തമാക്കി. മരുഭൂമിയിലെ ന്യൂനമർദ്ദ ഫലമായി ഉയരുന്ന പൊടിക്കാറ്റിൽ നിന്നുള്ള വായു മലിനീകരണം ചൈനയ്ക്ക് ഭീഷണി ഉയർത്തുന്നു. 1970-2021 കാലത്ത് 3612 പ്രകൃതി ദുരന്തങ്ങളിലായി 9,84,263 പേർക്ക് ജീവഹാനി സംഭവിച്ചുവെന്നാണ് കണക്ക്. 2008-ലെ നർഗീസ് ചുഴലിയിൽ മാത്രം 1.38 ലക്ഷം പേർ മരിച്ചു. കഴിഞ്ഞ വർഷം മാത്രം 79 പ്രളയ ദുരന്തങ്ങളിലായി 2000-ഓളം പേർ മരിച്ചു. ഏപ്രിൽ ജൂൺ മാസങ്ങളിലെ താപതരംഗം മൂലം ഇന്ത്യയിൽ 2003-ൽ 110 പേർ മരിച്ചു. ഇന്ത്യൻ മൺസൂണിന്റെ താളം തെറ്റുന്നത് മൂലം വേണ്ട സമയത്ത് ആവശ്യത്തിന് മഴ കിട്ടുന്നില്ല. അഫ്ഗാനിസ്ഥാനിലെ ഗോർ പ്രവിശ്യയിൽ താപനില -33 ഡിഗ്രിയായും ചൈനയുടെ അതിർത്തി പ്രദേശത്ത് -50 ഡിഗ്രിയായും റഷ്യയുടെ ചില ഭാഗങ്ങളിൽ താപനില -62 ഡിഗ്രി വരെ രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇന്ന് പാലക്കാട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. താപനില ഉയരുന്ന സാഹചര്യത്തിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പാണ് ഇപ്പോൾ ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏപ്രിൽ 26 വരെ പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഏപ്രിൽ 28 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഏപ്രിൽ 28 വരെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഏപ്രിൽ 26 വരെ ഉഷ്ണതരംഗ സാധ്യതയുണ്ട്. ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ്. പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം. സൂര്യാതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം.